യുദ്ധം തൊഴിലാളികളുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്ട് INTUC കാസർഗോഡ് ജില്ലാതല നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. INTUC Zindabad! INTUC Zindabad! INTUC Zindabad! അധികാര കൊതിയോടെ നടത്തുന്ന യുദ്ധം ലോകത്താകമാനമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിൽ ഭീകരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കപ്പെടുന്നുവെന്നും INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ INTUC കാസർഗോഡ് ജില്ലാതല നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഈ ലോകത്ത് എവിടെ പ്രശ്നമുണ്ടായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അവിടെ ഒരു വർത്തമാനം പറയാനുള്ള അധികാരമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ മധ്യസ്ഥനായി ഐക്യരാഷ്ട്രസഭ വിട്ടത് പ്രധാനമന്ത്രി പോലും അല്ലാത്ത രാജീവ് ഗാന്ധിയാണ്. പ്രധാനമന്ത്രി അല്ലെങ്കിൽ മധ്യസ്ഥനായിട്ട് വിടാൻ പാടില്ല, ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ പദവിയില്ല. അങ്ങനെ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായി വളർത്തിക്കൊണ്ടുവന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചൊറിയും കുത്തി ഡൽഹിയിൽ ഇരിപ്പുണ്ട്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാണ് മധ്യസ്ഥനാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിഞ്ഞൂടാ. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി മധ്യസ്ഥയ്ക്ക് വിളിക്കുക, അമേരിക്കയുടെ ആളുകളെയും ഇറാൻ്റെ ആളുകളെയും കൂടെ വിളിക്കുകയാണ്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഇവിടെ പോയി. ഈ വരുന്ന മെയ് ദിനം കേരളത്തിലുടനീളം INTUC യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കുമെന്നും യുദ്ധവിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഫലം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കുമെന്നും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പരിഹാരങ്ങൾ കാണാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ആർ ചന്ദ്രശേഖരൻ അറിയിച്ചു. അന്ന് BJP ആദ്യമായി നരേന്ദ്രമോദി വന്നത് പുതിയ കുറെ മുദ്രാവാക്യങ്ങളുമായിട്ടാണ്, അല്ലേ? ഓർമ്മയുണ്ടല്ല? പുതിയ കുറെ മുദ്രാവാക്യങ്ങൾ പ്രകടനപത്രിക വഴി BJP-ക്കാർ കൊണ്ടുവന്നു. എന്തെങ്കിലും BJP-യുടെ പ്രകടനപത്രിക ഇരിപ്പുള്ളൂ. എന്താ പറഞ്ഞത്? ഇവിടെ സഹോദരിമാർ ഇഷ്ടംപോലെ ഇരിക്കുന്നു. എന്താ പറഞ്ഞത്? 250 രൂപയ്ക്ക് ഞാൻ പാചകവാതകം കൊടുക്കും BJP വന്നാൽ. പറഞ്ഞില്ലയോ? 250 രൂപയ്ക്ക് BJP അധികാരത്തിൽ വന്നാൽ പാചകവാതകം കൊടുക്കും. ഒരു സഹോദരിയുടെ ഫോട്ടോയും നരേന്ദ്രമോദിയുടെ ഫോട്ടോയും വെച്ച് എല്ലാ പെട്രോൾ പമ്പിലും ഒരു ഗ്യാസ് കുറ്റിയുടെ പടവും വെച്ച് വലിയ ഹോർഡിങ്സ് വെച്ചിരുന്നു. ഓർമ്മയുണ്ടല്ല? അപ്പൊ ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ പിന്നീട് നമ്മളത് മറന്നു പോവാണ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കത്തേ ഇല്ല. യോഗത്തിൽ INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് അധ്യക്ഷനായി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയവ കള്ളുചെത്ത് മേഖലയിലെ A ഷിബു, ബ്യൂട്ടീഷ്യൻ മേഖലയിലെ ബബിത ബേബി, പാചക മേഖലയിലെ P മേരി മെൽഡ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. INTUC യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി ട്രേഡ് യൂണിയൻ നിയമങ്ങളെക്കുറിച്ചും ലേബർ കോഡിനെക്കുറിച്ചും വിശദീകരിച്ചു. VV ശശീന്ദ്രൻ, ജനാർദ്ദനൻ, N ഗംഗാധരൻ, TV കുഞ്ഞിരാമൻ, CO സജി, KV രാഘവൻ, KA മാധവൻ നായർ, ലതാ സതീഷ്, BC സുകുമാരൻ, A കുഞ്ഞമ്പു, മാധവൻ നായർ, പത്മനാഭൻ, ബിജു ജോൺ, അർജുനൻ തായലങ്ങാടി, CU ടോക്കി, സത്യൻ സിയുപ്പള, PU ചന്ദ്രശേഖരൻ, സുരേഷ് കുമാർ, TC രാജൻ, PU ബാലകൃഷ്ണൻ, കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത എന്നിവർ സംസാരിച്ചു. തോമസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.